എടി ഞാൻ അറിയാണ്ട് നീ വീണ്ടും ട്രസ്റ്റ് ചെയ്ത പൈസ എടുത്തോ? ആ ട്രസ്റ്റ് ചെയ്ത പൈസ എടുത്തു. നമ്മൾ രണ്ടും കൂടെ നാട്ടുകാരെ പറ്റിച്ചുണ്ടാക്കിയ പൈസയല്ലേ, അത് താൻ തന്നെ കൊണ്ടുപോയി അങ്ങനെ നിൽക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഈ പ്രാവശ്യം ഞാൻ ട്രസ്റ്റ് ചെയ്ത പൈസ എടുത്തത് ട്രസ്റ്റ് മെമ്പേഴ്സിന്റെ അനുവാദത്തോടു കൂടി തന്നെയാണ്. ഓക്കെ? ട്രസ്റ്റ് മെമ്പേഴ്സ് അതിന്റെ അപ്പനും അമ്മയും. താൻ എന്റെ താനാണ് എന്റെ വീട്ടുകാരെ പറയാൻ വേണ്ടി. സമയം നോക്ക് 6 മണിയായി. 6 മണിയായി. ലൈവ് പോകാനുണ്ട്, വന്നിട്ട് ബാക്കി. ശബ്ദം ലൈവ് തുടങ്ങാറായി. സാധനം കൊണ്ടുപോവാ. ഈ രണ്ടെണ്ണം അടിക്കാതെ ലൈവില് പോയി കഴിഞ്ഞാല് സൗണ്ട് മോഡുലേഷൻ ഒന്നും ചേട്ടായി. ഇന്നൊരു കുട്ടി ലൈവില് വന്ന് പറഞ്ഞു ആ കുട്ടിയുടെ ഭർത്താവ് ആ കുട്ടിയെ ഒട്ടും സ്നേഹിക്കുന്നില്ല, ആ കുട്ടിയെ വളരെയധികം ദേഹോപദ്രവം ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഭർത്താക്കന്മാരോട് ചേട്ടായിക്ക് എന്താണ് പറയാനുള്ളത്? പല കുടുംബങ്ങളിലും ഭാര്യമാർക്ക് കിട്ടുന്നത് അവർ പബ്ലിക്കായിട്ട് പറയും. പക്ഷേ ഭർത്താക്കന്മാർ അങ്ങനെയല്ല, അവർ പബ്ലിക്കായിട്ട് പറയില്ല. ശരിയല്ലേ? ആ ശരിയാണ്, വളരെയധികം കറക്റ്റാണ്. മക്കളെ, എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നിങ്ങൾ എന്നെങ്കിലും അല്ലെങ്കിൽ എല്ലാ ദിവസവും നിങ്ങൾ ചിന്തിക്കാറുണ്ടോ, നിങ്ങൾ ചോദിക്കാറുണ്ടോ, നിങ്ങളുടെ ഭർത്താക്കന്മാരുടെ കുണ്ടിയിൽ എത്ര കൊതുക് വന്ന് കുത്തിയെന്ന്? നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഭർത്താവിനെ കെട്ടിപ്പിടിച്ച് ഒരു ചിങ്കിരി മുത്തം കൊടുക്കാറുണ്ട്? ചിന്തിക്ക്. നിങ്ങളിൽ എത്ര പേര് നിങ്ങളുടെ ഭർത്താവിനെ കൊഞ്ചിക്കാറുണ്ട്? ചിന്തിക്ക്. എടാ ലൈവ് കഴിഞ്ഞില്ലേ? ആ ഓക്കെ, ശരി ശരി. വെള്ളം അടിച്ചാൽ വയറ്റിൽ കിടക്കണം. ഉള്ള ചിങ്കിരി മൊത്തം മാങ്ങാ തൊലി.